എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇവിടെ, അല്ലേ? ഇന്നെനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെയുള്ളൊരു ചെറിയ കാര്യമാണ്, എങ്കിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ ബാധിക്കുന്ന വലിയൊരു കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത്, നിങ്ങളുടെ സ്വന്തം, നിങ്ങളെത്രയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആരാണ്? ആ ഒരു വ്യക്തി അതാരാണെന്ന് പറയാൻ പറ്റും? പറയൂ. അച്ഛൻ, അമ്മ, മകൾ, മകൻ, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉത്തരം. പക്ഷെ അതൊന്നുമല്ല സത്യം. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നിങ്ങളേറ്റവും സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളാണ്. നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കാം, മുടി എങ്ങനെയായിരിക്കാം, താടി എങ്ങനെയും ആയിരിക്കാം, കഷണ്ടിയാവാം, അല്ലെങ്കിൽ നല്ല മുടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുടി നരച്ചതാവാം. കണ്ണടിയിൽ നോക്കുമ്പം നമുക്ക് നമ്മുടെ മുഖം തന്നെ വികൃതമായി തോന്നാം. എങ്കിലും നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, നിങ്ങളെ നന്നാക്കാനും നശിപ്പിക്കാനും നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും നിങ്ങളെ ആകെ കൊണ്ടൊരു കുളത്തിലാക്കാനും കുടിച്ചടിക്കാനും ഒക്കെ പ്രാപ്തനായ നിങ്ങളുടെ ശത്രു ആരെന്നറിയോ? നിങ്ങളാണ്. നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ ശത്രു. നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഏത് നിമിഷം വരെ മറ്റുള്ളവർ തുറന്നു പറയുന്നില്ല. അതുവരെ തുറന്നു പറയാമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്ന പോലെ അനുകൂലമായൊരു മറുപടിയാണെന്ന് നിർബന്ധമില്ല, പ്രതികൂലമാകാം. അവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളെതിരാണെങ്കിൽ നിങ്ങളത് തുറന്നു പറയുന്ന ആ നിമിഷമാണ് നിങ്ങളവരുടെ ശത്രുവാകുന്നത്. അതുവരെ അവരവരുടെ ബന്ധുവിൻ്റെ അല്ലെങ്കിൽ അവരുടെ അടുത്ത ഒരാളുടെ ലിസ്റ്റിലായിരിക്കാം നിങ്ങളുടെ പേര് അവർ ചേർത്തിട്ടുണ്ടാവുക. പക്ഷേ അവർക്കെതിരായി നമ്മൾ സംസാരിക്കുന്ന ആ നിമിഷം, അല്ലെങ്കിൽ അവരെ നമ്മൾ അനുസരിക്കാതിരിക്കുന്ന ആ ഒരു നിമിഷം മുതലാണ് അവർ നമ്മളെ അവരുടെ ശത്രുവിൻ്റെ ലിസ്റ്റിൽ ചേർക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുടെ ലിസ്റ്റിലേക്ക് നമ്മൾ മാറുന്നത് ആ നിമിഷം മുതലാണ്. അപ്പോൾ അതിന് കാരണമാണ് നമ്മുടെ നാക്ക്. നമ്മൾ ഏത് നിമിഷം വരെ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല, ആ നിമിഷം വരെ നമ്മുടെ മനസ്സിൽ അവരോടുള്ള, അല്ലെ അവരെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം എന്തെന്ന് അവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നാം ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിലുള്ളൊരു സ്വഭാവം മാറ്റണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു രീതി മാറ്റണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന തുടർന്ന് വരുന്ന, വർഷങ്ങളായി തുടർന്ന് വരുന്ന ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ശരിക്കും സാധാരണ ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അങ്ങനൊരു സ്വഭാവം, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ വിഷം വരുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിങ്ങൾ ഇടപെട്ട രീതി, അല്ലെങ്കിൽ നിങ്ങൾ പെരുമാറിയ രീതി, അത് നിങ്ങളെ തന്നെ ഒരുപാട് വേദനിപ്പിച്ച് കാണും. അങ്ങനെ വേണ്ടായിരുന്നു നിങ്ങൾക്കറിയാം, മേലിലും ഇങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ ഒരു അഭിമാനത്തിൻ്റെ പേരിലാവാം, ഒരു അഭിമാന പ്രശ്നം, അതിൻ്റെ പേരിൽ ആ വ്യക്തിയോട് നിങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റും. ഇനി മുതൽ ഒരു വിരോധം വെക്കരുത്, സ്നേഹമായിട്ട് തന്നെ പെരുമാറണം. ആ ഒരു വിരോധമുണ്ടെങ്കിൽ ഒക്കെ മാറ്റിയെടുക്കണതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ട്. പക്ഷെ അതൊരിക്കലും സാധിക്കാത്തത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലേക്ക് ആ കാര്യം അത്ര കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു നിങ്ങൾ തന്നെയാണ് സ്വയം. വേറെ ആർക്കും അത്രയും അടുപ്പം ആവാൻ സാധിക്കില്ല. ഒരു കാര്യം, ഒരു തീരുമാനം നമ്മളെടുത്തത് മാറ്റണമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു ഉപദേശം ഒരു 10 വ്യക്തികൾ നിങ്ങളോട്
വന്ന് പറഞ്ഞു കാണും. പക്ഷേ ഒരുപക്ഷെ 10ാമത്തെ വ്യക്തി നിങ്ങളോടത് കൃത്യമായി പറഞ്ഞപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റിയത്. അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് മറ്റുള്ളവരെ അറിയിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം ഉണ്ടായിട്ട് നിങ്ങളാ തീരുമാനം എടുത്തില്ല? ഒന്ന്. രണ്ടാമത്, ഈ ഒരു പ്രത്യേക വ്യക്തി പറഞ്ഞപ്പം മാത്രം എന്തുകൊണ്ട് നിങ്ങളെ മനസ്സ് മാറി? അപ്പോൾ ആ വ്യക്തിയാണ് നിങ്ങളെ മനസ്സ് മാറ്റിയത് എന്നോ, അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തെറ്റാണെന്നറിയാം, അത് തിരുത്തേണ്ടതാണെന്നും അറിയാം. പക്ഷെ നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ദുരഭിമാനമായിരിക്കാം. അല്ലെ എങ്ങനെ നമ്മൾ അവർ പറഞ്ഞ പോലെ ചെയ്താൽ അവർ തോറ്റു കൊടുത്തു, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് എന്ന തോന്നൽ, അല്ലെങ്കിൽ അവർ നമ്മളെ അനുസരിപ്പിച്ചു എന്നൊരു തോന്നൽ വരുമോ എന്നുള്ള ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ദുരഭിമാനമായിരിക്കാം ഒരുപക്ഷെ നമ്മെ ആ ഒരു തീരുമാനം എടുക്കുന്നതെന്നും മാറ്റി നിർത്തുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത്രയും വ്യക്തികൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരുന്ന നമ്മൾ ഒരേ കാര്യം, ഒരേ അഭിപ്രായം, 10ാമത്തെ ഒരു വ്യക്തി, അവസാനത്തെ വ്യക്തി പറഞ്ഞപ്പോഴാണ് നിങ്ങൾ തീരുമാനം എടുത്തത്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രേരണയായത്, അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിൽ നിങ്ങളെ പ്രാപ്തനാക്കിയത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനമെടുത്തു? അതിലൊരു മാനസിക വശമുണ്ട്. നിങ്ങളുടെ ചിന്തിക്കുന്ന രീതി, ഒരു തീരുമാനം നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്, പല ഘടകങ്ങളുണ്ട്, അല്ലേ? അതിലൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് തെറ്റില്ല. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് ധരിക്കും, മറ്റുള്ളവർ എങ്ങനെ കരുതും എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ വിഷമിക്കുന്നത്. നമുക്ക് ആ കാര്യം ചെയ്യാൻ പാടില്ല എന്നറിയാം, അത് തിരുത്തണം എന്നുണ്ട്. പക്ഷേ അത് നമുക്ക് സാധിക്കാത്ത നമ്മളെ മനസ്സിൽ നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് കരുതും? നമ്മൾ തോറ്റുപോയി എന്ന് കരുതും. അല്ലെങ്കിൽ നമ്മുടെ ആ ശത്രു നമ്മെ ഒരു പരാജയപ്പെട്ട ആളായിട്ട്, അല്ലെങ്കിൽ തോറ്റവനായിട്ട് കണക്കാക്കുമോ? അത് ചിന്തിച്ചിട്ടൊരു ദുരഭിമാനം. അതിൻ്റെ പേരിൽ പലരോടും നമ്മൾ വെക്കുന്ന വിരോധം മാറ്റാതെ, അവർ സംസാരിച്ച പരിചയം പുതുക്കാതെ, സ്നേഹം തുടരാതെ പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. അതിനൊക്കെ കാരണം ഒന്നേ ഉള്ളൂ, നമ്മളത് ആഗ്രഹിച്ചിട്ടും നമ്മളെ മനസ്സ് എന്ന് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യക്തി പറഞ്ഞപ്പോൾ തീർച്ചയായും നമ്മൾ അത് അംഗീകരിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുന്ന ഒരു രീതിയും നമ്മളൊന്ന് രീതിയും സിങ്ക്രണൈസ് ആയതുകൊണ്ടാണ്, നമ്മുടെ വേവ് ലെങ്ത് ഒരേപോലെ ആയതുകൊണ്ടാണ് ആ ഒരു നിമിഷം നമുക്കത് അംഗീകരിക്കാൻ തോന്നിയത്. കാരണം ആ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ്, ആ കാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നമ്മുടെ മനസ്സത് അംഗീകരിച്ചു ആ അദ്ദേഹം പറഞ്ഞ കാര്യം. അതേ കാര്യത്തിൽ കൂടിയാണ്, ആ ഒരു പോയിന്റിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇന്നലെ വരെ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും. പക്ഷെ നമ്മളെ തടഞ്ഞു നിർത്തിയത് നമ്മുടെ ഈ ദുരഭിമാന പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ അവരെ മുമ്പിൽ തോറ്റുപോകുമോ, അവരങ്ങനെ നമ്മളെ പരിഹസിച്ചിരിക്കുമോ, നമ്മളെപ്പറ്റി മോശമായി ചിന്തിക്കുമോ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ കൊച്ചാവുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു നമ്മെ ഈ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയത്. പക്ഷേ ഈ ഒരു മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയൊരു കാഠിന്യം അതിനില്ല. അതേ സമയത്ത് അതിൻ്റെ പേരിൽ, ആ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. അത് കാര്യം നേടുക എന്ന് പറയുമ്പോൾ എപ്പോഴും സാമ്പത്തിക ലാഭമായിരിക്കണം നിർബന്ധമില്ല. ഒരു മാനസിക ബന്ധം, അതൊക്കെ നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ നമ്മളാണ് ആ തീരുമാനം എടുക്കുന്നവരോട് അവലംബനം ജയിച്ചേക്കുന്നത് എന്നൊരു തോന്നൽ നമ്മളിൽ സൃഷ്ടിക്കാൻ ആ ഒരു അവസാനമായി നമ്മളോട് സംസാരിച്ച വ്യക്തിക്ക് സാധിച്ചു കാണണം. അല്ലെങ്കിൽ വ്യക്തിയുടെ വാക്കുകൾക്ക് അത്രയും പവറുണ്ടാവും. അതിനാണ് നമ്മൾ പറയുന്നത് മോട്ടിവേഷണൽ സ്പീച്ച്.
ആ ഒരു പ്രചോദനം നമുക്ക് കിട്ടാൻ ആ വാക്കുകളിലുള്ള മാസ്മരികത അല്ലെങ്കിൽ ആ ഒരു പവർ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സ് അംഗീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ വ്യക്തിയുടെ ചിന്താഗതിയെ അല്ലെങ്കിൽ ആ വാക്കുകളിൽ അടങ്ങിയ അർത്ഥത്തെ ആ പ്രത്യേക സമയത്ത് നമ്മളെ മനസ്സിന് അംഗീകരിക്കാൻ സാധിച്ചു. അതുകൊണ്ടായിരിക്കണം നമ്മൾ ആ വ്യക്തിയുടെ അഭിപ്രായം മാനിച്ച് ഇങ്ങനെ തീരുമാനമെടുത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ കരുതും, എത്രയോ മുമ്പ് ഞാനെടുത്ത തീരുമാനമാണ്, ഞാൻ എന്തിന് ഈ തീരുമാനം എടുക്കാൻ വൈകി. ആ ഒരു തീരുമാനത്തിലൂടെ ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടുന്നൊരവസ്ഥ കൂടി വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഒരുപാട് വൈകി എന്ന കാര്യം. വൈകിയെങ്കിലും നമ്മൾ ഉചിതമായൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഒരു തീരുമാനത്തിൽ എത്തി കാര്യങ്ങളൊക്കെ തീരുമാനമാക്കുകയും ചെയ്തു. മറ്റുള്ളവർക്ക് അതുകൊണ്ടുള്ള ഗുണം കിട്ടുകയും ചെയ്തു. ആ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും, നമുക്ക് ഈ തീരുമാനം നേരത്തെ എടുക്കാമായിരുന്നു. അപ്പോൾ ഈ ആദ്യം സംസാരിച്ച് 9 വ്യക്തികളും കാര്യം പറഞ്ഞെങ്കിലും നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്താൽ നമുക്കെന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമുക്കെന്ത് ഗുണമുണ്ടാകും, അതുകൊണ്ട് അവരുടെ മുമ്പിൽ നമ്മൾ എന്തായി മാറും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് തരാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ 10ാമത്തെ വ്യക്തി കാര്യകാരണ സഹിതം നമ്മളോട് ക്ലിയറായിട്ട് സംസാരിച്ചു. ഇന്ന കാര്യം കൊണ്ടാണ് ഇത് വേണം എന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ മനസ്സ് വീണുപോയി എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നമ്മുടെ അടുത്ത ബന്ധുവും ശത്രുവും നമ്മൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആർക്കും സ്ഥാനമുള്ളൂ. ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മളൊരു ഫോട്ടോ എടുത്തൊരു കുടുംബ ഫോട്ടോ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാര്യയുടെ കൂടെ, ഏറ്റവും അത് ഹൃദയം പോലെ സ്നേഹിക്കുന്ന അമ്മയുടെ കൂടെ, നമ്മൾക്കുണ്ടായ നമ്മൾ സ്നേഹിച്ച് വളർത്തിയ നമ്മുടെ മക്കളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ശബ്ദശല്യം. ഒരു ഫ്ലൈറ്റ് പോയതിൻ്റെയാണ്, ക്ഷമിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണദോഷങ്ങൾ, ഫോട്ടോൻ്റെ കാര്യം. അപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുടുംബ ചിത്രത്തിൽ നമ്മൾ ആദ്യം ഫോട്ടോ കിട്ടിയ ഉടനെ നമ്മൾ ആരുടെ മുഖമാണ് നോക്കുക? ഭാര്യയുടെ മുഖമാണോ, മക്കളുടേതാണോ, അമ്മയുടേതാണോ, അച്ഛൻ്റേതാണോ? അല്ല, ആദ്യം നമ്മൾ നോക്കുക നമ്മുടെ ഫോട്ടോ ആണ്. ആ ഫോട്ടോൻ്റെ 3-4 കോപ്പികൾ അല്ലെങ്കിൽ 3-4 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും നന്നായ നമ്മുടെ ഫോട്ടോ മുഖം ഏറ്റവും നന്നായിട്ടുണ്ടെങ്കിൽ ആ നന്നായ കോപ്പി സൂക്ഷിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ പറയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് സെൽഫ് ലവ്. നമ്മൾ നമ്മെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. നമ്മളുടെ വീക്ക് പോയിൻറ്റും നമ്മളെ പവറും എല്ലാം നാം അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏറ്റവും നമ്മുടെ ശത്രുവും ബന്ധുവൊക്കെ നമ്മളാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ അപ്പോൾ ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ഇനിയൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പൂനെ.